ഇസ്ലാം എന്ന് പറഞ്ഞത്. ഈ അസുഖങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറിക്കിട്ടാൻ അടിസ്ഥാനപരമായി മഹത്തുക്കൾ എഴുതി വെച്ചു, ഹലാല് മാത്രം കഴിക്കുക. പുതിയ കാലത്ത് കുറച്ച് റിസ്ക് ഉണ്ട്, എന്നാലും അതിലൊരു സൂക്ഷ്മത നമുക്കാവുന്നത്ര ചെയ്യുക. കുട്ടികൾക്ക് കൊടുക്കുന്നതും അതാവുക. ഇതാണ് ഒന്നാമത് ചിന്തിക്കുക. 2, മക്കള് സ്വാലിഹീങ്ങളാവാനുള്ള 11 കാര്യത്തിലെ 2ാമത്തെ കാര്യം, അവർക്ക് വേണ്ടി മാതാപിതാക്കൾ എപ്പോഴും ദുആ ചെയ്യുക. വിശേഷിച്ച് ദുആഇന് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള വ്യക്തികളോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യുക. അത് സുന്നത്താണ്. ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ അത് വിശദീകരിക്കുന്നു. സ്വഹാബത്തിന്റെ മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കാറുണ്ട് ദ്വാരക്കാൻ. അങ്ങനെ ദ്വാരുന്നതിന്റെ ഉത്തരങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ ആലിമായി കിട്ടിയത്. അവിടുന്ന് ദ്വാരുന്നു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ. ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവായി മാറിയത് ആ ചുണ്ടിൽ നിന്ന് വന്ന ദുആഇന്റെ ഫലം. സാലിഹീങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കണം നമ്മളെ മക്കൾക്ക്. അതുപോലെ നമ്മളും അവർക്ക് വേണ്ടി ദ്വാരക്കണം. ദുആക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തികൾ, ദുആക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ, സമയം, ഇതൊക്കെ സെലക്ട് ചെയ്യണം നമ്മൾ. സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ദ്വാരക്കണം മക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു നല്ല ആലിമായ മോനെ എനിക്ക് കിട്ടണേന്ന് ദ്വാരന്നിട്ടാണ് ലോക അറിയപ്പെട്ട തജ്വീദിന്റെ പണ്ഡിതൻ ഇമാം ജസ്രി തങ്ങളെ ഉപ്പാക്ക് കിട്ടിയത്. സംസം വെള്ളം കുടിക്കുമ്പോൾ ദ്വാരുന്നതാ, നല്ലൊരു ആലിമായ മോനെ തരണേ. സംസം വെള്ളം കുടിക്കുന്ന ആൾക്ക് ഡയറക്റ്റ് നന്നാവണം, ഫലം ഉണ്ടാവണം എന്ന് മാത്രമല്ല സംസമിന്റെ ഫലം ഉണ്ടാവുക. എൻ്റെ ഉമ്മാന്റെ അസുഖം മാറണേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുടിച്ചാലും ആ സംസമിന്റെ വർക്കത്ത് ഉമ്മാന്റെ അസുഖം മാറിയിട്ട് കിട്ടും. സംസം വലിയ ഫലം ഉള്ള വെള്ളമല്ലേ. അതുപോലെ ദുആഇന് ഉത്തരം കിട്ടുന്ന സമയം, സ്ഥലം, ഇതൊക്കെ സെലക്ട് ചെയ്യണം. ഒരു കാരണവശാലും അവർക്കെതിരെ ഒരു കാരണവശാലും ദ്വാരക്കരുത്. ഈ ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ലൈറ്റെല്ലാം ഓഫാക്കി ഒരു തങ്ങളെല്ലാം വന്ന് അരമണിക്കൂർ, അങ്ങനെയൊന്നും ദുആഇന് നിബന്ധനയില്ല. മനസ്സുകൊണ്ടും ദ്വാരക്കാൻ പറ്റും. നീ എന്താടാ ഒരിക്കലും നന്നാവാത്ത എന്ന ശാപവർത്തമാനങ്ങളൊന്നും പറയരുത്. വാക്കുകൾ നിബന്ധനയൊന്നുമില്ല ദുആഇന്. ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം വാക്ക് നിർബന്ധമൊന്നുമില്ല. മനസ്സുകൊണ്ടും ദ്വാരക്കാനൊക്കെ പറ്റും. റബ്ബേ ഒന്ന് സലാമത്താക്കി തരണമെന്ന് മനസ്സുകൊണ്ട് ദ്വാരന്നാലും അതും ദുആ തന്നെയാണ്. ഒരു കാരണവശാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ തദൂ അലാ ഔലാദിക്കും, നിങ്ങളെ മക്കൾക്കെതിരെ നിങ്ങൾ ദ്വാരക്കാൻ പാടില്ല. വിവരമില്ലാത്ത രക്ഷിതാക്കളാണ് അങ്ങനെ ദ്വാരക്കുന്നതെന്ന് നജ്മുദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതൻ ഹുസ്നു തനബ്ബുഹിൽ എഴുതി വെക്കുന്നുണ്ട്. വിവരമില്ലാത്ത മാതാപിതാക്കൾ. എന്നിട്ട് മഹാനവറുകൾ ആ കിതാബിൽ പറയാ, നമ്മൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി അവരെന്തോ ചെയ്തു. മുടി നീട്ടി വളർത്തി, പാൻറ് നിര്യാണിക്ക് താഴെയാക്കി, അല്ലെങ്കിൽ കുറേ സമയം സ്ക്രീനിൽ അഡിക്ഷനായി. നമ്മൾ പറഞ്ഞ പെണ്ണിനല്ല കെട്ടണത്, ചെക്കനല്ല ആഗ്രഹിക്കണത്. നമ്മൾ പഠിപ്പിച്ചതിന്റെ നേരെ ഉൾട്ടയാണ് അവർ ചെയ്യുന്നത്. ഒരു കാരണവശാലും ശപിക്കരുതേ, അവർക്കെതിരെ ദ്വാരക്കരുതേ. അവര് 35 കൊല്ലം ചെയ്ത മഹാതമ്മാടിത്തത്തിനേക്കാൾ അപകടം അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ 2 സെക്കൻഡുള്ള ദുആ കൊണ്ട് കിട്ടും. ചെയ്തേക്കരുത്. വിവരമില്ലാത്തവരെ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് ആ കിതാബ് പറയുന്നു. ഒരു കാരണവശാലും ശിഷ്യന്മാരെ, ശിഷ്യത്തിമാരെ, മക്കളെ ഒരു കാരണവശാലും അത്തരത്തിൽ ദ്വാരന്നിട്ട് ഓരെ ആഖിറം കേടുവരുത്താൻ പാടില്ല. പിന്നെന്താ വേണ്ടത്? അവര് നന്നാകുമെന്ന പ്രതീക്ഷ നമുക്ക് ഉണ്ടാവണം. അവര് സ്വാലിഹീങ്ങളായി കിട്ടാൻ ദ്വാരക്കണം. എത്ര ചരിത്രങ്ങളുണ്ട് ഗ്രന്ഥത്തില്. സൂഫിയായ ഒരു പണ്ഡിതന്റെ ചരിത്രമുണ്ട്, ഷെഹ്റാനി ഇമാം എഴുതി വെക്കും. ആ പണ്ഡിതനോട്, ആ സൂഫിയായ മഹാനോട് നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മോന് കള്ളു കുടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളണേ.
അപ്പോൾ ആ മഹാൻ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ മോനെ ഞാൻ അങ്ങനല്ലല്ലോ വളർത്തിയത്, ഒരു സാധ്യതയില്ല എൻ്റെ മോൻ അങ്ങനെ കള്ളുകൂടി ലഹരി, there is no chance to be. ഉണ്ട്, അസൂയ കൊണ്ട് പറയുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ കുടുംബത്തിനെ കലക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ മോൻ ഏതായാലും അങ്ങനെ കുടിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഈ വന്നോർക്കും ഭയങ്കര നിരാശയായി. കാരണം ഈ കുടുംബത്തിനോട് അസൂയ വെക്കേണ്ട യാതൊരു ആവശ്യവും ഈ വന്നോർക്കില്ല. ഇവരാകെ വിചാരിച്ചത് ഈ ഉപ്പ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മോനെ ഒന്നുകൂടി ഒന്ന് നന്നാക്കിക്കോട്ടെ എന്ന അർത്ഥത്തിലാണ് ഇവരങ്ങോട്ട് നല്ലത് ആഗ്രഹിച്ച് പറഞ്ഞത്. വളരെ ടെൻഷനായിട്ട് അവർ തിരിച്ചു പോകുന്നു. കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഈ മോന് കുടിച്ച് പൂസായപ്പോ ഈ മോനെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ചുമന്ന് കൊണ്ടുവന്നു. എന്നിട്ട് വാതിൽ മുട്ടി. സൂഫിയായ പണ്ഡിതൻ വാതിന്റെ പുറത്തേക്ക് വന്നു. എന്താ വന്നേ? ഒന്നുമില്ല, ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്ന. നോക്കുമ്പോ മോന് കുടിച്ച് പൂസായിട്ടുണ്ട്. ആ ഉപ്പ പൊട്ടി 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 കരയാൻ തുടങ്ങി. നീട്ടി വിളിച്ചു മനസ്സുകൊണ്ട്, അല്ലാ, ഞാൻ ഇങ്ങനല്ല എൻ്റെ മോനെ വളർത്തിയത്, ഇതെന്താ കാണുന്ന റബ്ബേ. അന്ന് പാതിരാക്ക് പൊട്ടി പൊട്ടി ആരോ അള്ളാനോട് പറഞ്ഞു, എന്നെ കൊണ്ടാവില്ല എൻ്റെ മോനെ നന്നാക്കാൻ, ഞാൻ എന്തെല്ലാം ചെയ്തു നോക്കി, ഇതെന്താ ഈ കാണുന്നത്, നീ തന്നെ ഏറ്റെടുക്കണമെന്ന് മനസ്സ് പൊട്ടി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അത്ഭുതമല്ല, മഹാത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. പിന്നെ മരണം വരെ ആ മോന് കള്ളിൻ്റെ ഒരു കുപ്പി, ഒരു ചഷകം തൊട്ടിട്ടില്ല. ഏൽപ്പിക്കേണ്ട ആളെ ഏൽപ്പിച്ചാൽ മതി. എല്ലാ പരിഹാരവും ഏതെങ്കിലും ഒരു സെന്ററിലേക്ക് പോകുന്നതിന് പകരം നമ്മൾക്ക് തന്നെ പരിഹാരം ഉണ്ടല്ലോ, അതാണ് ദുആ എന്ന് പറയുന്നത്. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ, അതാണ് മുഅ്മിൻ്റെ ഒരു ആയുധം എന്ന് പറയുന്നത്. ആ ആയുധത്തിനോളം മൂർച്ചയുള്ള ഒരു ആയുധം ലോകത്ത് ഒരു സംവിധാനത്തിനുമില്ല. ഗസാലി ഇമാം റളിയല്ലാഹുവിന്റെ ഉപ്പ വളരെ സാധു മനുഷ്യനാണ്. തബഖാത്തു ശഫഇയ്യത്തിൽ കുബ്രയിൽ സുബ്കി ഇമാം പറയുന്നുണ്ട്, വളരെ പാവ മനുഷ്യൻ. ഈ സ്റ്റിച്ചിങ്ങിന്റെ പരിപാടിയാ, നൂല് നൂൽക്കുന്ന പരിപാടിയാ. ഡ്രസ്സൊക്കെ തുന്നി കിട്ടുന്ന തുച്ഛമായ വരുമാനം കുടുംബത്തെ പോറ്റും. ബാക്കി വരുന്നത് ഇൽമിന്റെ അഹലുകാരായ പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യും. സമയം കണ്ടെത്തിയിട്ട് ഈ വാപ്പ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കും. ഫിഖ്ഹിന്റെ മസ്അലകളൊക്കെ പറയുന്ന മജ്ലിസിൽ ഇങ്ങനെ ഉസ്താദുമാരൊക്കെ, വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഫിഖ്ഹിന്റെ മസ്അലകൾ ഇങ്ങനെ മണിമണിയായി പറയുമ്പോൾ ഈ ഉപ്പ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ദ്വാരക്കും, ഇതേപോലെ നല്ല മസ്അലലും പറയുന്ന ഒരു മോനെ അനക്കും കിട്ടണേനു റബ്ബേ. ഓ, ആ ദ്വാരെല്ലാം എങ്ങനെ അള്ളാഹ് സ്വീകരിക്കാണ്ടിരിക്കുക. പിന്നെ നല്ല വഅലിന്റെ മജ്ലിസുകളൊക്കെ കണ്ടെത്തിയിട്ട് ആ ഉപ്പ അതിനും സമയം കണ്ടെത്തും. ആഖിറൊക്കെ പറഞ്ഞ് പരലോകമൊക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങൾ നന്നാവുന്ന തൗബയുടെ മജ്ലിസിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഓർക്ക് എന്നേരം വേറൊരു പൂതി വരും ഈ ഉപ്പാക്ക്. എന്ത്, ഇതേപോലെ നാട്ടുകാര വഅലൊക്കെ പറഞ്ഞ് നന്നാക്കുന്ന ഒരു മോനെയും കൂടി കിട്ടണമായിരുന്നു. ഫസ്തജാബല്ലാഹു ദഅവതൈഹി, ആ രണ്ട് ദുആഇനും അല്ലാഹു ഉത്തരം നൽകി. ഒന്നാമത്തെ ദുആ എന്താണ്? നല്ല ഫിഖ്ഹ് പറയുന്ന മോനെ തരണേന്ന്. അതാണ് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു. വജീസ്, ബസീത്ത്, വസീത്ത് ഇതൊക്കെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളാണ്. ഇതെല്ലാം കലക്കി കുടിച്ചിട്ട് ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതുന്നത്. ഫിഖ്ഹിന്റെ രാജാവായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഗസാലി ഇമാമിന്റെ മേലെ പറക്കാൻ ആരാ ഉള്ളത്? അതാ ഉപ്പാന്റെ ആ മൂലക്കുള്ള ദുആഹിന്റെ ഫലാണ് ഹുജ്ജത്തുൽ ഇസ്ലാം. ലോകത്ത് മുഴുവൻ വെളിച്ചം എത്തിച്ച ഗസാലി ഇമാം എന്ന ലോക പണ്ഡിതൻ. ആ ചുണ്ടിന്റെ ഉള്ളിൽ നിന്ന് വന്ന അക്ഷരങ്ങളാകുന്ന മനസ്സിലെ പ്രാർത്ഥനയാണ്. അടുത്തൊരു മോൻ അഹമ്മദ് എന്ന മോൻ വാഇലു മഷ്ഹൂർ, അറിയപ്പെട്ട പ്രഭാഷകൻ, വഅല് പറയുന്ന മോനായി. ആ ഉപ്പാന്റെ ദുആഇന്റെ ഫലാണ്. ഇതേപോലെ 300 രക്ഷിതാക്കളുള്ള ഒരു സ്ഥാപനത്തിലെ കുട്ടികളുടെ പാരന്റ്സ് മീറ്റിങ്ങിന് ക്ലാസ് ഉച്ച സമയത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ലേഡീസ് വോളണ്ടിയേഴ്സും ഉണ്ട്. എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ ഒരു ഉമ്മ ഭക്ഷണം വേണ്ട, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും വേണ്ടെന്ന് പറഞ്ഞു, ലഞ്ചും വേണ്ടെന്ന് പറയണതിന്റെ താല്പര്യം എന്താ? എങ്ങനെ ചോദിച്ചിട്ട് ഒരു പറയണില്ല. ആ എന്താ ഫുഡ് വേണ്ടാത്ത? അത് ബിരിയാണി പറ്റാത്തതാണെങ്കിൽ സാദാ ചോറുണ്ട്. ഒന്നല്ല മോളെ, പിന്നെന്താ? നോമ്പോ? നോമ്പെടുക്കാൻ അങ്ങനെ പ്രത്യേകം സുന്നത്തുള്ള ദിവസമൊന്നും അല്ലല്ലോ, സൺഡേ അല്ലേ. അത് 3 മാസമായിട്ട് നോമ്പോ? അതെ, ഒരു മോനാ ഉള്ളത്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, മോന് യത്തീമാണ്.
ഓന് ഹാഫിളാവാൻ പഠിക്കുന്നുണ്ട്. ഇപ്പം അടുത്തായിട്ട് ഓനിക്കൊരു മടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു 3 മാസം നോമ്പെടുത്തിട്ട് അള്ളാഹിനോട് പറയാണ്, എപ്പോഴും അത്തായ സമയത്ത് ആകെയുള്ള അത്താണി ആ മോനാന്ന്, ഓനും കൂടി അങ്ങ് പോയാൽ എനിക്ക് കൈപിടിക്കാൻ ആരുമില്ല, സ്വർഗത്തേക്ക് പിടിക്കാൻ ഒരാൾ വേണം. ഹാഫിളീങ്ങളുണ്ടെങ്കിൽ 10 ആളെ സ്വർഗത്തിലേക്ക് എന്തായാലും എത്തിക്കാനുള്ള അർഹത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ഞാനാവാനാന്ന് ഓന് എങ്ങനെയെങ്കിലും ഒന്ന് ആലിമാക്കി തരണ്ടേ എന്നുള്ള പൂതിയായി. ആ ഉമ്മാൻ്റെ ആദ്യ കണ്ടങ്ങൾ, ആ ഉമ്മാൻ്റെ ആഗ്രഹം കണ്ട നമ്മൾ മർക്കസ് ഗാർഡൻ എന്ന ലോകം അറിയപ്പെട്ടൊരു സ്ഥാപനം നമ്മളെ മുറ്റത്തുള്ളത്. എന്നിട്ട് നമ്മളെങ്ങനെ ആ സ്ഥാപനത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനം കേട്ടോ. മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലും സ്ഥാപനത്തിന് സ്നാക്സ് കൊടുത്തേക്കലൊക്കെ നല്ല തന്നെയാണ്, ഓക്കെയാണ്. അങ്ങനെ ആണ്ടിന് ദ്വാരക്കാനും അവരുടെ ദ്വാൻ്റെ ഫലം കിട്ടാനൊക്കെ അത് കാരണമാവും, ശരിയാണ്. എന്നാലും നമ്മളെ ഗർഭത്തിലുണ്ടായ ഒരു മോനെ അലിമായി കിട്ടുന്ന അത്ര പവർ അത് വേറെ തന്നെ കേട്ടോ, അത് വേറെ തന്നെ, അത് വേറെ തന്നെ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉപ്പ ഷാഫി ഇമാമിന്റെ ചെറുപ്പത്തിലേ മരിച്ചുപോയതാ. വനശാ ഫീ ഹിജ്രി ഉമ്മിഹി യതീമൻ, ഉമ്മാരെ മടിത്തട്ടില യതീമായി ആ പൊന്നുമോൻ വളർന്നത്. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിലുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എങ്ങനെയാ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കേണ്ടത് എന്ന് വിചാരിച്ച് കഷ്ടപ്പെടുന്ന കാലം. എഴുതാനുള്ള പേപ്പറോ എഴുതാനുള്ള പേനയോ ഇല്ലാത്തൊരു കാലം, അത്രയും. എന്നിട്ട് അറവുശാലയിൽ പോയി കശാപ്പ് ശാലയിൽ നിന്ന് അറവ് മൃഗത്തിന്റെ എല്ലുകൾ എടുത്തു വന്ന് അത് കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലിന്റെ മേലെ ഇൽമ എഴുതി വെച്ച ആളാ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു റൂം മുഴുവൻ എല്ല് നിറഞ്ഞത്രേ, എല്ലിന്റെ മേലെ ഇൽമ എഴുതി വെച്ചിട്ട്. ഫീസ് കൊടുക്കാൻ വകയില്ലാതെ ക്ലാസിന്റെ പുറത്തിരിക്കേണ്ട ഘട്ടമൊക്കെ വന്നിട്ടുണ്ട് ഇമാം ഷാഫി തങ്ങൾക്ക്. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ദർസില് ബേക്കിലിരിക്കുകയാണ്. അപ്പൊ ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ കുട്ടിനൊന്ന് ശ്രദ്ധിച്ചു. വറമഖഹുൽ ഇമാം മാലിക്. ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ഹദീസിന്റെ ക്ലാസ്സിൽ കുട്ടി ഇടത്തേക്ക് ഇതിന്റെ പുറം ഭാഗത്ത് വലത്തേക്ക് ചൂണ്ട് വിരലുണ്ട് എന്തോ ഇങ്ങനെ എഴുതുന്നുണ്ട്. അത് ഇമാം മാലിക് അങ്ങക്ക് അത്ര കണ്ട് പിടിച്ചിട്ടില്ല. കാരണം ഹദീസിന്റെ ക്ലാസ്സിൽ ഒരു അദബ് വേണ്ട, ഒരു കുരുത്തം വേണ്ട. കൈകൊണ്ട് കളിക്കുക. 10-17 ഹദീസ് എടുത്തിട്ടുണ്ട് അന്നത്തെ സബുക്കിൽ ദർസില്. ക്ലാസ് നിർത്തിയിട്ട് എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ട് കുട്ടിനെ വിളിച്ച്, എന്റെ പേരെന്താ? മുഹമ്മദ്. നാടെവിടെ? ആ കളിക്കാണോ ക്ലാസ്സിൽ? അല്ല ഉസ്താദ്. പിന്നെന്താ? ഞാൻ കണ്ടത് മോന്റെ അത് എഴുതാനൊന്നുമില്ല, പേന ഒന്നുമില്ല. അപ്പം ഓ ശരി, എഴുതാനില്ലാത്തോണ്ട് മോനിത് ഒന്നും എഴുതാനില്ലാത്തോണ്ട് ഉസ്താദ് പറയുമ്പോൾ ഒരു ഓർമ്മക്ക് ഇങ്ങനെ കൈൻ്റെ മേലെ അങ്ങനെ എഴുതിയ മോനിക്ക് ഓർമ്മ ഉണ്ടാവും. അത് ഞാൻ അദബ് കേടായിട്ട് എഴുതിയല്ല, ഒന്നുമില്ല എഴുതാൻ. പഠിക്കണമെന്ന് ഭയങ്കര പൂതിയുണ്ട്. ഉസ്താദ് 18 ഹദീസല്ലേ എടുത്തത്. ആ 1 മുതൽ 18 ഉൾപ്പെടെ ഹദീസിന്റെ മത്തിനും ഉസ്താദ്, ഉസ്താദിന്റെ ഉസ്താദ്, ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ് ആരാണ്, അവർക്കാരാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പറയട്ടെ. 1 മുതൽ പറഞ്ഞാട്ടെ. ഹദ്ദസന ഉസ്താദ് മാലിക് അൻ നാഫിൻ അൻ ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 18 പറഞ്ഞപ്പോൾ ഇമാം മാലിക് അങ്ങടെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഒരു ദുആവും വസിയത്തൊക്കെ കൊടുത്തു. കണ്ട, ആ മോനാണ് ആലിമു ഖുറൈശിൻ യംലഉ തിബാകൽ അർളി ഇൽമാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലം മുമ്പേ പ്രവചിച്ച മോന്. ലോകത്തെ മുഴുവൻ മൂലയിലേക്കും അറിവിന്റെ പ്രകാശം എത്തിക്കുന്ന ഒരു മോൻ എൻ്റെ ഖുറൈശി കുടുംബത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അത് ആ മോനെ കുറിച്ച്. അതാരാ വളർത്തിയെന്നറിയോ? ഉമ്മയാണ്. എങ്ങനെ വളർത്തിയെന്നറിയോ? ഈ മോനെ കുറച്ച് പഠിച്ച് വലുതായപ്പോൾ ആരെങ്കിലുമൊക്കെ കുറച്ച് ക്യാഷൊക്കെ ഹദിയ സ്വതക്ക എന്നൊക്കെ പേരിൽ കൊടുക്കൂലേ, അങ്ങനെ ഒരു 100 ദിർഹം കൊടുത്താരോ അതെടുത്തിട്ട് ഈ ചെറിയ വീട്ടിലേക്ക് വരുമ്പോൾ ജനലിൻ്റെ വാതിലിൻ്റെ ഉള്ളിലേക്ക് കൂടി ഉമ്മ ഇങ്ങനെ നോക്കും, മോൻ്റെ കയ്യിലെന്തോ പണം കാണുന്നുണ്ട്. മോനെന്താ എന്താ കയ്യിലെന്താ പണോ? ഇത്ര കാലം അധ്വാനിച്ച് പഠിപ്പിച്ചതിന് ഉമ്മാക്ക് മോന് അങ്ങനെയല്ല പറയണത്. അതൊന്നുമില്ലാതെ 2 കൈയും വെറും കൈ അവിടെ അല്ലേ മോന് ഇടുന്ന് ഇറങ്ങിയത്. അതെല്ലാം ആർക്കും കൊടുത്തിട്ട് വന്ന മോൻ. നമ്മളെ പുറക്കേക്ക് ദുനിയാവ് കയറ്റണ്ട മോനെ. എന്താ മോനെ പറഞ്ഞേക്കാത്തത് പഠിക്കാൻ? എന്താ പറഞ്ഞേക്കാത്തത്? നമ്മൾ പുതിയാപ്പിളിനെ എടുക്കുമ്പോൾ, മോളെ ഭർത്താവിനെ എടുക്കുമ്പോൾ നമ്മുടെ കൺസേൺ എന്താണ്? നമുക്ക് ദുനിയാവല്ലാത്ത വേറെന്ത് താല്പര്യം ഉള്ളത്? നമ്മളൊരു മോനെ ഭൗതിക ലോകത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ നമുക്ക് താല്പര്യം എന്താണ്?
ഒരു മോന് ആഫിളായി കിട്ടുന്നത്ര, ആലിമായി കിട്ടുന്നത്ര പറവറൊന്നും ഏത് മിക്സ്ഡ് സംഭവത്തിനും ഇല്ല കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കണം. ഒരു മോൻ, ആലിമായ മോന് കൈപിടിച്ചിട്ട് ധൈര്യത്തോടെ സ്വർഗത്തിലേക്ക് ഉമ്മാനെ കൊണ്ടുപോകാനൊന്നും വേറൊരു മനുഷ്യനും കഴിയൂല. ആലിമീങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തന്നെ അള്ള പറയല്, എന്താ ഇത്ര സ്പീഡ് പോവാൻ, എന്തിനാ ഇത്ര ആവേശം, അവിടെ നിൽക്ക്. അതെ അല്ല, ഇഷ്ടപ്പെട്ടവരൊക്കെ സ്വർഗത്തിലേക്ക് എത്തിച്ചിട്ട് പോരെ ഈ പോക്ക്. ഓ അങ്ങനെ വേണ്ടേ നമ്മളെ മക്കൾ? അതിന് നല്ല ദുആ വേണം. ബുഖാരി ഇമാമിന് ചെറുപ്പത്തിൽ കാഴ്ച ഉണ്ടായിട്ടില്ല. ഉമ്മാന്റെ കരച്ചിലിന്റെ ദുആഇന്റെ കടുപ്പം കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഉമ്മാന്റെ സ്വപ്നത്തിൽ തന്നെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയെല്ലാം ദുആർന്ന് കാരണം എങ്ങനെ തരാണ്ടിക്കല്. കിട്ടിയില്ലേ കാഴ്ച? എന്നിട്ടല്ലേ ലോകം കീഴടക്കിയത്. ഫിഖ്ഹിന്റെ, തജ്വീദിന്റെ, ഹദീസിന്റെ എല്ലാ മേഖലയിലുള്ള പണ്ഡിതന്മാരുടെയും കുലപതികളുടെയും ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉമ്മയുടെ ദുആ ഉണ്ട് എന്ന് നമുക്ക് കാണാം. അത് വളരെ പ്രധാനപ്പെട്ട. തീരെ എൻ്റെ മോന് പറഞ്ഞനുസരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയായിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. ഉടനെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങള് മോനിക്കെതിരെ വല്ലപ്പോഴും ദ്വാരന്നിട്ടുണ്ടോ? അങ്ങനെ വെച്ചാല് ദ്വാരന്നിട്ടുണ്ടോ? ഇടക്കല നീ നന്നാവില്ല, അങ്ങനെ പറയാറുണ്ടോ? എന്നാ പിന്നെ അടുത്ത ടോക്കം വരും, നിങ്ങൾ വിട്ടോ, നിങ്ങളെ കാര്യം പോക്കാണ്. നീ എന്നെ അയാൾക്കെതിരെ, മോനിക്കെതിരെ ദ്വാരക്കുക, എന്നിട്ട് ഇപ്പൊ നന്നാവണം എന്ന് പറയാം. ഓടാടുന്നു. ഈ ദ്വാ വളരെ പ്രധാനമാണ്. 3 ഇതെന്നെ മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ട, പക്ഷെ നമ്മുടെ വിഷയത്തിന്റെ ഒരു നീതി പുലർത്തൽ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. 3ാമത്തെ അതന്നെയാ പറയാം, മക്കൾക്കിടയിൽ നീതി കാണിക്കണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. ഒരു കുട്ടിക്കും തോന്നരുത് ഉമ്മ എന്നോട് മാത്രം എന്താ ഇങ്ങനെ. പൊതുവിൽ ആദ്യം നമുക്ക് ഉണ്ടാകുന്ന കുട്ടിനോട് ഉപ്പാക്കും ഉമ്മാക്കും ഭയങ്കര സ്നേഹമായിരിക്കും, ഏതുവരെ? അടുത്ത കുട്ടി ജനിക്കുന്നവരെ. 2ാമത്തെ കുട്ടി വരലോടുകൂടി ആ കുട്ടിക്ക് പാലൂട്ടുന്നു എന്ന ബന്ധത്തിൽ 2ാമത്തെ കുട്ടിനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ കടുപ്പത്തിൽ 1ാമത്തെ കുട്ടിനോട് ചൂടാവൽ കൂടുതലായിരിക്കും. ആർക്ക്? ഉമ്മമാർക്ക്. 3ാമത്തെ കുട്ടി വരലോടുകൂടി ഇടയിലുള്ള കുട്ടി ജാമാവുന്നതും നമ്മുടെ കുടുംബത്തിൽ കാണാം. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇരിക്കുന്നു. ആ സ്വഹാബിയുടെ കുട്ടി ഓടി വന്നപ്പോ ആ സ്വഹാബി വാരിയെടുത്ത് ഒരു മുത്തം കൊടുത്ത്, ഒരു ചുംബനം കൊടുത്തിട്ട് മടിയിലിരുത്തി. അതേ സ്വഹാബിയുടെ തന്നെ മറ്റൊരു കുട്ടി ഇത് കണ്ടിട്ട് ഓടി വന്നു. ആ കുട്ടിനെയും വാരിയെടുത്ത് മടിയിലിരുത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീതി കാണിച്ചിട്ടില്ലല്ലോ. എന്ത്? 1ാമത്തെ കുട്ടിക്ക് മുത്തം കൊടുത്തിട്ടാണല്ലോ മടിയിലിരുത്തിയത്. അതെ, 2ാമത്തെ കുട്ടിക്ക് അത് കൊടുത്തിട്ടില്ലല്ലോ, എന്നിട്ടല്ലേ മുത്തം കൊടുക്കാതല്ലേ മടിയിലിരുത്തിയത്. എത്ര ശ്രദ്ധിക്കണം നോക്കി. ശരിക്കിപ്പോ ഇവിടെ അത്ര പുരട്ടി കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം, മൗലിദിന്റെ മജ്ലിസ് എന്ന അർത്ഥത്തിലോ മറ്റോ. അപ്പൊ ഒരാൾക്ക് ഒരു കോല് 2 കൂട്ടം പുരട്ടുന്നെങ്കിൽ അടുത്ത ആൾക്കും അത് പുരട്ടുമെങ്കിൽ മാത്രമേ 2 ആക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ എല്ലാവർക്കും ഓരോ. വളരെ മൈന്യൂട്ടായ കാര്യത്തിൽ വരെ നീതി വേണം. നീതി കാണിക്കാത്തവര് ഫിറഔനിന്റെ ജബാബിറത്ത്, അഹങ്കാരികളുടെ ഫ്രോഡായ ടീം ഉണ്ടാവുമല്ലോ, അവരുടെ കൂടിയായിരിക്കും പരലോകത്തുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും രാവിലെ എല്ലാ ഭാര്യമാരെയും ഒന്ന് കാണാൻ വേണ്ടി പോകും, മുസാഫത്ത്. ചിലര് ഭാര്യമാരെ മുസാഫത്ത് ചെയ്യൂല, വുളു മുറിയുന്നുണ്ട്. വുളു 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 വുളു. എത്ര വരെയാണാവോ? ഈ ഭാര്യമാരെ സന്തോഷിപ്പിക്കുന്ന കൂലി എന്ന് പറഞ്ഞാൽ അതിനെ മീതെയുള്ള കൂലിയല്ലേ. മോമിനിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കൂലി വളരെ വലുതല്ലേ. അഫ്ളലുൽ അഅ്മാലി ഇദ്ഖാലു സുറൂർ എന്നല്ലേ. മറ്റുള്ളവരുടെ ഖൽബിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ ഇസ്ലാമിൽ എന്തൊരു പ്രാധാന്യം നോക്ക്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയി, ആ വീട്ടുകാർ നമുക്കായിട്ട് ഫുഡൊക്കെ സൽക്കരിച്ചാണ്, അപ്പോഴാണ് നമ്മൾ സുന്നത്തോമ്പുണ്ട് എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ ആ നോമ്പ് അയാൾക്ക് വേണ്ടി മുറിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ വീട്ടുകാർക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കാരണം നോമ്പിന്റെ കൂലി ഞാനല്ലേടാ തരേണ്ടത്, മുറിക്ക്. അള്ളാന്റെ ഈ തീരുമാനം തന്നെ, മുറിച്ചേക്ക്, ഞാനല്ലേ കൂലി തരേണ്ടത്. മുറിച്ചോ, ബിരിയാണി അടിച്ചോളിന്നാവും.
അത് വീട്ടുകാരും അങ്ങനെ തന്നെ കേട്ടോ. അതിഥി മാത്രമല്ല, നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്ന് ഫുഡ് കഴിക്കാനിരിക്കുന്നു, നിങ്ങൾ ഇരിക്കുന്നില്ലേ നോമ്പുണ്ട്. അപ്പൊ അയാൾ കാര്യമായിട്ട് നമ്മള് പിന്നെ നിങ്ങൾ ഭയങ്കര സൂഫി, നമ്മള് നോമ്പ് കുറിക്കണമെന്ന നിയമം, തിരിച്ചും മറിച്ചുകൊണ്ട് നിയമം. കണ്ടോ മറ്റുള്ള ആളെ സന്തോഷം. എല്ലായിടത്തും ഈ വിഷയം കാണാം. ഉദാഹരണം പറഞ്ഞാൽ ഇശായിന് ശേഷം സംസാരം കറാത്താണ്. കാരണം ഇശാ നിസ്കാരത്തോടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടും, ഇനി പുതിയ തെറ്റ് തുടങ്ങണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇതൊന്നും ലാസ്റ്റ് സീൻ ടുഡേ 2:36 വരെ ഇൻസ്റ്റയിലുള്ള പിള്ളേരോട് ഇത് പറഞ്ഞിട്ടും കാര്യമുണ്ടോന്ന് അറിയില്ല. ഇശായിന് ശേഷം പിന്നെ മിണ്ടാൻ പാടില്ല. പക്ഷെ അവിടെ മിണ്ടാം. എപ്പോ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമസനമായ വർത്തമാനങ്ങൾ ഒരു കറാത്തുമില്ല. അതെന്തുകൊണ്ട്? അത് സന്തോഷിപ്പിക്കാനുള്ള വർത്താനല്ലേ. ഭാര്യ ഭർത്താക്കന്മാരെ ഏറ്റവും കൂടുതൽ സംസാരിക്കല്ലേ വേണ്ടത്. ആയിഷ ബീവി പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശായിന് ശേഷം സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് പിന്നെ റസൂലുള്ളാഹിനെയൊക്കെ തിരക്കായോണ്ട് ചിലപ്പോൾ ടൈം കിട്ടിക്കൊള്ളുന്നില്ല. ചില ആൾക്കാർക്ക് അതിനൊന്നും സമയമില്ല. അതേ നിയമം തന്നെയാണ് അതിഥിനോടും. നമ്മളെ വീട്ടിൽ രാത്രി ഗസ്റ്റ് വന്ന്, അപ്പൊ അവിടെ അയാളോട് മിണ്ടണം. അവിടെ ഒരു കറാഹത്തുമില്ല, അവിടെ മിണ്ടാണ്ട് അതിന് മേലാലിട വരും അയാൾ. അവിടെ ആ കറാഹത്തില്ലല്ലോ. എന്തുകൊണ്ട്? അയാളെ സന്തോഷിപ്പിക്കാൻ. അപ്പൊ ഭാര്യനെ മുസാഫത്ത് ചെയ്യണം, ഭർത്താവിന് മുസാഫത്ത് ചെയ്യണം. അത് വലിയ അമലാണ്. ഒരു മനുഷ്യനെ നമ്മൾ സന്തോഷിപ്പിച്ചാൽ അള്ളാഹ് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരാള് ഹജ്ജിന്റെ ഇഹ്റാമിന്റെ വേളയിലോ റമദാനിന്റെ പകലിലോ നോമ്പെടുത്തിട്ട് ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. കടുത്ത തെറ്റാണ്, ആ നിയമം ലംഘിച്ചത്. അള്ളാഹ് ഭയങ്കരമായിട്ട് കോപിക്കും. പക്ഷെ അള്ളാഹിന്റെ കോപം പോവും. എങ്ങനെയാണെന്നറിയോ? 60 മിസ്കീന്മാർക്ക് ഫുഡ് കൊടുത്താൽ. ഈ തെറ്റും 60 മിസ്കീന്മാരുടെ ഫുഡും എന്താ ബന്ധം? 60 മിസ്കീന്മാർ ഫുഡ് കഴിച്ചിട്ട് നാക്കലോട് കൂടി അള്ളാഹിന്റെ ദേഷ്യം ആയിട്ട് പോകും. അതാണ് കഫാറത്ത് എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് അങ്ങനെയാ. മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിച്ച പിന്നെ അയാൾക്ക് ഭയങ്കര ഓഫറായിരിക്കും. അപ്പൊ നീതി കാണിക്കണം. മാതാപിതാക്കളോടും നീതി കാണിക്കണം. ഉമ്മാനോട് ഭയങ്കര സ്നേഹം, ഉപ്പാനോടില്ല. ആർക്ക്? ആൺമക്കൾക്ക്. ഉപ്പാനോട് ഭയങ്കര താല്പര്യം, ഉമ്മാനോടില്ല. ആർക്ക്? പെൺകുട്ടികൾക്ക്. അത് പറ്റൂല. ഉപ്പാക്കുമ്മാക്കും ഹദിയ കൊടുക്കുമ്പം തന്നെ തുല്യമായിട്ട് കൊടുക്കണം എന്നാ. ഉമ്മാക്ക് 2000 രൂപ ഹദിയ കൊടുക്കണം, ഉപ്പാക്കും കൊടുക്കണം 2000. തുഹ്ഫത്തുൽ ഇബാദ് ഉണ്ട് എന്ന ഗ്രന്ഥമുണ്ട്. ഈ വിഷയത്തിൽ നല്ല പഠനം ഉള്ള ഗ്രന്ഥം. അതിൽ നോക്കാം. നീതി വളരെ പ്രധാനമാണ്, വിശേഷിച്ച് മക്കളോട്, ശിഷ്യന്മാരോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർസ് നടത്തുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരുടെ ഭാഗത്തേക്കും തങ്ങളുടെ കണ്ണെത്തും. എല്ലാവരുടെ ഭാഗത്തേക്കും തങ്ങൾ കണ്ടെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സ്വഹാബിമാരോട് പെരുമാറുമ്പോൾ ഓരോ സ്വഹാബിക്ക് തോന്നും, എന്നോടാണ് തങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നും, കൂടുതൽ ഇഷ്ടം എന്ന് തോന്നും. അത് തങ്ങളുടെ ഒരു വല്ലാത്തൊരു നീതിയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. ഈ ലോകം അള്ളാഹ് നിലനിർത്തുന്ന തന്നെ നീതി എന്താന്ന് പഠിപ്പിച്ചു തരാനും കൂടിയാണ്. നീതി ഉണ്ടാവണം. ഏതെങ്കിലും ഒരു കുട്ടിനോട് മനസ്സിൽ ചിലപ്പോൾ നമുക്ക് സ്നേഹം അധികം തോന്നിപ്പോയേക്കാം, അത് ശരി, അത് നമ്മുടെ കൺട്രോളിലല്ലല്ലോ. ബട്ട് ആൺകുട്ടികളെ മാത്രം സ്നേഹിക്കുന്ന ഉമ്മമാരുണ്ട്, പെൺകുട്ടികളെ അപമതിക്കും. അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെ ജോലി പരിഗണിച്ചിട്ട് സ്നേഹം കൂടുതൽ കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് 3 പെൺകുട്ടികളുണ്ട്. 2 പെൺകുട്ടികളുടെ ഭർത്താക്കന്മാര് നാട്ടിൽ തന്നെ ഒരു ട്രാവലർ എടുക്കുന്ന, ഒരാൾ ഡ്രൈവർ, മറ്റേ ആൾ ഓട്ടോ ഡ്രൈവർ. ലാസ്റ്റ് മോളെ ഭർത്താവ് ഗൾഫിലാണ്. ആ മോളോട് ഒരു പ്രത്യേക പരിഗണന. അങ്ങനെ ഉണ്ടല്ലോ. അവര് നമ്മളെ വീട്ടിലേക്ക് വരുമ്പം വാതിൽ തുറക്കാനും ഡ്രസ്സ് ഇസ്തിരിടാനും ഭക്ഷണം പാചകം ചെയ്യാനും ഉമ്മാക്ക് ഭയങ്കര ആവേശം. അതേസമയത്ത് ആ പാവങ്ങളായ 2 ആൾ വരുമ്പം അതെന്താ വന്നോണ്ടിരിക്കുന്ന കണ്ട, അത് പണത്തിന്റെ പേരിലുള്ളൊരു സ്നേഹമാണ്. ഫിറൗന്റെ കൂടെയാണ് സീറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. സീറ്റ് കൺഫേം ആണ്, വെയിറ്റിംഗ് ലിസ്റ്റ് എല്ലാം. ജബാബിറത്തിന്റെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നീതി വേണം, ഭയങ്കരമായിട്ട് നീതി വേണം.
മക്കളെ കൊണ്ട് നമ്മൾ നരകത്തിൽ പോകരുത് എന്നുള്ള വിശാലമായ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ, നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവാൻ നമ്മൾ ചെയ്യേണ്ട നാലാമത്തെ കാര്യം, അവർക്ക് ജീവിതത്തിലെ അദബുകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഗസാലി ഇമാം റഹിമഹുല്ലാഹി അത് പറയുന്നത്, അദബുകൾ പഠിപ്പിച്ചു. പ്രധാനമായും പഠിപ്പിക്കേണ്ട അദബുകൾ, ഒന്ന് ഭക്ഷണ സമയത്തുള്ള അദബ്. അത് ചെറുപ്പത്തിൽ കുട്ടികളെ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കണം. ചെറുപ്പത്തിലെ സ്വന്തം തിന്നാൻ പഠിപ്പിക്കരുത്. അപ്പോഴാണ് ഈ കുട്ടികൾ മുഖത്തും പ്ലേറ്റിലും കയ്യിലൊക്കെ കറിയുടെ കറയും ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗമൊക്കെ നെവർമെന്റ് ചെയ്ത് വിടുന്നത്. റിയാദുസ് സുബ്യാൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, അത് നിരുത്സാഹപ്പെടുത്തണം. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, ഭക്ഷണം കഴിച്ച് ഓന്റെ മുഖത്തുണ്ടാവും കുറേ കറി, ഡ്രസ്സിനുണ്ടാവും. അത് അനുവദിക്കരുത്. ചെറുപ്പത്തില് കുറച്ചു കാലം കൂടെ ഇരുത്തിയിട്ട് ഉമ്മമാര് കഴിപ്പിക്കണം. എന്നിട്ട് ചില ശീലങ്ങൾ അവരുടെ ജീവിതത്തിൽ പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുമ്പ് കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരുത്തുന്ന സ്വഭാവം ജാഹിലിയ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. മടിയിലിരുത്തി ഭക്ഷണം കഴിപ്പിക്കും, ബിസ്മി ചൊല്ലണമെന്ന് നിർദ്ദേശിക്കും, അടുത്തുനിന്ന് തിന്നാൻ പഠിപ്പിക്കും, വലത് കൈ കൊണ്ടാവണമെന്ന് നിർബന്ധിക്കും. അത് തങ്ങൾ പഠിപ്പിച്ചത്. ചില ആൾക്കാരുണ്ട്, ആണുങ്ങന്മാരാണ് കൂടുതൽ, കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരുത്തൂല. എനിക്ക് ഒറ്റക്ക് മതി, എനിക്ക്. ശരിക്കും ഇയാൾ ജനിക്കേണ്ടത് ജാഹിലിയ കാലത്തായിരുന്നു, പെട്ടെന്ന് മാറിപ്പോയത്. ഫ്ലൈറ്റ് ലാൻഡിങ് ഇവിടെ മാറിപ്പോയത്. കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരുത്താത്ത ആൾക്കാരുണ്ട്. അത് ശരിയല്ല. കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരുത്തണം. എന്നിട്ട് അവർക്ക് അദബുകൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ വീട്ടിലാവുന്ന സമയത്താണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം. ഭക്ഷണം കഴിക്കുന്നുള്ള അദബാണ് ആദ്യം പഠിപ്പിക്കേണ്ടതെന്ന് എത്രയോ കിതാബുകളിലുണ്ട്. ആ അദബ് പാലിച്ചിട്ടുള്ള ഭക്ഷണത്തിനാണ് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക. ബിസ്മി ചൊല്ലണം. ധൃതിയോടെ സ്പീഡിൽ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുണ്ടാവും, അവരെ നിരുത്സാഹപ്പെടുത്തണം. കുറേ മറ്റേ കയ്യിൽ ചിക്കൻ്റെ ഒരു കഷ്ണം പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ തിന്ന വേറെ ഇങ്ങനെ ആരെങ്കിലും എടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ മോശം സ്വഭാവമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഭക്ഷണം ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. കുഞ്ഞിളം കാലത്തു തന്നെ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികളുടെ വക കിട്ടിയ ബർത്ത്ഡേന്റെ പേരിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിന്റെ പേരിലും സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, മിഠായി ഒക്കെ കിട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇന്നൊന്നും കിട്ടിയിട്ടില്ല എന്നല്ല ചോദിക്കേണ്ടത്. പിന്നെ നീ എന്താ മോനെ, കിതാബിൽ പറയുന്ന അതേ ഭാഷ മലയാളത്തിലേക്ക് കൊണ്ടുവരാം. നീ എന്താ മോനെ വെറും വാങ്ങുന്ന ആളാ, ഓരോ ദിവസവും ഓരോരാൾ തന്നത് എന്നിട്ട് ഇങ്ങനെ വാങ്ങുന്നു, നീ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല, ഇങ്ങനെ വാങ്ങൽ ബോറല്ലടാ, നീ ഒന്ന് കൊടുക്കല്ലേ വേണ്ട. ഇതാണ് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടതെന്ന് കിതാബുകളിലുണ്ട്. ഇതാ പഠിപ്പിക്കണം. അല്ലാണ്ട് ഇന്ന് ആരെയും ഉപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ടില്ല, ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, ഇങ്ങനെ അലച്ചയുടെ ആർത്തിയുടെ കുട്ടികളല്ല നമ്മളെ മക്കളാവേണ്ടത്. ഷെയർ ചെയ്യാൻ പഠിപ്പിക്കാം. പലപ്പോഴും നേരെ വിരുദ്ധമായിട്ടാണ് നമ്മളെ നാട്ടിലെ പാരന്റിങ്. ഉപ്പ മിഠായി വാങ്ങിനാന്ന് വെച്ചാൽ ഉപ്പ പറയും, മിഠായി വാങ്ങിന് കീശയിലാണ് ഉള്ളത്, ഇപ്പൊ എല്ലാവരും മുമ്പിൽ നിന്ന് തന്ന എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുട്ടി ഇനി മോശമാവാന്, സ്വാർത്ഥതയുടെ ലോകത്തേക്ക് പോകാൻ ഇനി എന്താ വേണ്ടത്? ഈ ഉപ്പേനെ പഠിപ്പിച്ചില്ലേ ഇത്? ഇപ്പം കിട്ടിയാൽ ഇപ്പൊ തന്നാൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. റൂമിൽ നിന്ന് നമുക്ക് വെയ്യ ഉറങ്ങുമ്പോ എന്തൊരു പൊട്ടത്തര ഇപ്പൊ പഠിപ്പിച്ചു കൊടുത്തത്. ഉമ്മാനോട് പറയാം, എൻ്റെ ഏട്ടത്തിൻ്റെ മക്കൾക്ക് കൊടുക്കാൻ തന്നെ എൻ്റെ ഏട്ടൻ. ചിലപ്പോ ചില ആളുണ്ട് കുട്ടികൾക്ക് മിഠായി കൊടുക്കും, ഇങ്ങോട്ട് വാ, പാൻറ്റിന്റെ കീശയിലിട്, എന്നിട്ട് റൂമിൽ പോയിട്ട് തിന്നിട്ട് മുഖാലം തോർത്തിട്ട് വാ. അവനെ എങ്ങനെയാണ് നന്നാവുക? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഈ ചങ്ങായിക്ക് ഹൊണ്ടിപ്പണ എങ്ങനെ കൈമാറാന്നുള്ള പരിശീലനം കൊടുക്കണ പോലെയാ കൊടുക്കണത്. എങ്ങനെ ഈ കുട്ടി നന്നാവുക? കുട്ടി നന്നാവണമെങ്കിൽ ഭക്ഷണം ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. നമ്മളെ വീട്ടിൽ 2-3 ചിക്കൻ, അറുത്ത ചിക്കൻ ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ ഉണ്ട് എന്ന് തന്നെ സങ്കല്പിക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ ഉള്ള ഒരു ചിക്കൻ എടുത്തിട്ട് കറി വെച്ചു, ഫ്രൈ ആക്കി. 2 പീസ് ഉണ്ട്, 2 പീസും എൻ്റെ മുമ്പിലുണ്ട്. ഇനിയും ഫ്രൈ ആക്കാൻ അള്ളാഹു നമുക്ക് സമ്പൽ സമൃദ്ധിയൊക്കെ തന്നിട്ടുണ്ട്, എന്നാൽ അത് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് പഠിപ്പിക്കാം, മോനെ ഒരു പീസ് ഇത്താത്ത എക്സാമിന് പോയിട്ടുള്ളത് ഉച്ചക്ക് വരും, അത് അടവെക്കണേ. ഓനിക്ക് ആഗ്രഹം ഉണ്ടായിരിക്കെ വേറൊരാൾക്ക് അനുവദിച്ചു കൊടുക്കാനുള്ള നല്ല മനസ്സ് രൂപപ്പെടുത്തി കൊടുക്കേണ്ടത് ഉമ്മമാരാ.
അല്ലെങ്കിൽ ഫ്രീ ഫലസ്തീൻ ഓ ഗസ എന്ന പാട്ടുണ്ടാവുന്നല്ലാണ്ട് എൻഗേജ്മെന്റിന്റെ ചോക്ലേറ്റിന്റെ കൂമ്പാരം കുറയൊന്നും ചെയ്യില്ല. നമ്മളെ മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ അന്യ മനുഷ്യന്മാരോട് അല്ലെങ്കിൽ ഇതര വിഭാഗത്തോട് അല്ലെങ്കിൽ ഇതര ജീവികളോട് മറ്റു മനുഷ്യന്മാരോട് സ്നേഹം കിട്ടണമെങ്കിൽ കുഞ്ഞിളം പ്രായത്തിൽ കുട്ടികൾക്ക് കമ്മിറ്റ്മെന്റിന്റെ, സഹാനുഭൂതിയുടെ, സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, കരുണയുടെ ചിന്ത കുട്ടികൾക്ക് കൊടുക്കണം.